തന്നെ മാറ്റി പണിയണമെന്നാണ് എൻ്റെ ഒരു ഇത് പറയുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ഈ 3 തൂണുകൾ ഇപ്പോൾ വീഴാന്നാണ്. ഈ ഒരു സപ്പോർട്ടിലാണ് ഈ ഒരു ഷെഡിൻ്റെ മണ്ട ശരിയുന്നത്. ഇത് പൊളിഞ്ഞു വീണ് കഴിഞ്ഞാൽ മണ്ടയിൽ കമ്പിയും കൂടെ ഉള്ളതുകൊണ്ട് തലയിലായിരിക്കും വന്ന് വീഴുന്നത്. അത് ഭയങ്കര വലിയ അപകടത്തിനൊക്കെ കാരണമാവും. മലയോര ഹൈവേയിൽ അഞ്ചൽ കുളത്തുപ്പുഴ പാതയിൽ തിങ്കൾക്കരിക്കം ചെറുകര റോഡിന് സമീപത്തെ വലിയ കാത്തിരിപ്പ് കേന്ദ്രം ഏതു നിമിഷവും നിലം പൊത്തിയേക്കാമെന്ന അവസ്ഥയിലാണ്. കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മുൻവശത്തുള്ള പ്രധാനപ്പെട്ട 3 ഇരുമ്പ് തൂണുകൾ ചുവട് ദ്രവിച്ച് ഏതു നിമിഷവും ഒടിഞ്ഞു വീണേക്കാം. അങ്ങനെ വന്നാൽ പൈപ്പുകളിൽ നിർമ്മിച്ച ഭാരമേറിയ മേൽക്കൂര താഴേക്ക് പതിക്കും. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിത്യവും നിരവധി പേർ ബസ് കാത്തു നിൽക്കുന്ന ഇടമാണ് ഈ കാത്തിരിപ്പ് കേന്ദ്രം. മാത്രമല്ല, തണലേറെയുള്ള ഈ ഭാഗത്ത് ദീർഘദൂര വാഹന യാത്രികർ വിശ്രമിക്കാനും ഡെലിവറി വാഹനങ്ങളിലെ ജീവനക്കാർ ഉച്ചസമയങ്ങളിൽ ഭക്ഷണം കഴിക്കാനും ഈ കാത്തിരിപ്പ് കേന്ദ്രത്തെ ഉപയോഗിക്കാറുണ്ട്. എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് മരാമത്ത് അധികൃതർ ഇടപെട്ട് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അപകടാവസ്ഥയിലുള്ള തൂണുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരും വിദ്യാർത്ഥികളും പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വെയിറ്റിംഗ് ഷെഡിലെ 3 തൂണും കാണിച്ച പോലെ തന്നെ മൊത്തം പൊളിഞ്ഞ് തുരുമ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥയല്ല. ഇവിടെ കുട്ടികളും കാര്യങ്ങളെല്ലാം രാവിലെ സ്കൂളിൽ പോകാനും, പിഞ്ചു കുട്ടികളാണ് രാവിലെ സ്കൂളിൽ പോകാനെല്ലാം വന്നിരിക്കുന്നത് അമ്മമാരുടെ ഒപ്പം. ആ ഒരു സമയത്ത് കാറ്റടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകട കാരണവശാൽ ഇത് വീണ് കഴിഞ്ഞാൽ ഇതിനെ മണ്ട കെട്ടിയേക്കുന്നതെല്ലാം നല്ല കമ്പിയിലാണ്. ഇതൊന്ന് തലവീണ വലിയൊരു അപകടത്തിന് തന്നെ അത് കാരണമാവും. അതിനു മുമ്പേ തന്നെ ഇത് മാറ്റി സ്ഥാപിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. അത് മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ അത്രയും വലിയൊരു അപകടം ഇവിടെ ഉണ്ടാവും. നമ്മളായിട്ട് തന്നെ അതിന് വഴി വെച്ച് കൊടുക്കാതെ ഇത് അതിന് മുമ്പേ തന്നെ മാറ്റി സ്ഥാപിച്ച ആ ഒരു അപകടം വഴിയൊഴിച്ചു വിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. മലയോര ഹൈവേയുടെ നിർമ്മാണ പൂർത്തീകരണ സമയത്താണ് ഈ ഭാഗത്തുൾപ്പെടെ പ്രധാന ജംഗ്ഷനുകളിൽ ഇത്തരത്തിൽ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. എന്നാൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഏതാനും വർഷങ്ങൾ പിന്നിടുമ്പോൾ തന്നെ പ്രധാന തൂണുകൾ ഇത്തരത്തിൽ ദ്രവിക്കുന്നത് പൈപ്പുകളുടെ ഗുണമേന്മ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ പഴയ സാധനങ്ങൾ പെയിന്റ് പൂശി വീണ്ടും ഉപയോഗിച്ചതുകൊണ്ടോ ആകാമെന്ന് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. അതുകൊണ്ട് തന്നെ മുഴുവൻ കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെയും സുരക്ഷാ പരിശോധനയും ഉപയോഗിച്ച ഇരുമ്പു പൈപ്പുകൾ ഉൾപ്പെടെയുള്ളവയുടെ ഗുണമേന്മ പരിശോധനയും നടത്തണമെന്നും പൊതുപ്രവർത്തകർ മരാമത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രേഖാമൂലം പരാതി നൽകുമെന്നും ഇവർ അറിയിച്ചു. നാട്ടുവാർത്ത, കുളത്തൂർ.